ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഒരു ചെറിയ ട്രിപ്പ് പോവുകയാണ് കേട്ടോ. ട്രിപ്പ് പോകുന്നത് ഗോകുലാൻഡിലേക്കാണ്. ട്രിവാൻഡ്രത്ത് പോവാറുള്ള ഗോകുലാൻഡാണ് കേട്ടോ ഇത്. ഗോകുലാൻഡ് റിസോർട്ടിലേക്ക് പോകാനായിട്ട് നമ്മൾ ആദ്യം ചെല്ലുമ്പോൾ തന്നെ ഒരു ചെറിയ ബോട്ടുണ്ടാവും. ആ ബോട്ടിനകത്തേക്ക് കുറച്ച് ദൂരമേ ഉള്ളൂ കേട്ടോ. കുറച്ച് ദൂരം ഒന്ന് ചെന്ന് കഴിയുമ്പോഴേക്കും പിന്നെ അങ്ങോട്ടുള്ളൊരു റൂട്ടാണ് കേട്ടോ. അവിടെ പോകുന്ന വഴിക്ക് ഇതേ അങ്ങോട്ട് ആവശ്യത്തിനുള്ള ഫുഡിന് വേണ്ടിയിട്ടുള്ള ആവശ്യത്തിനുള്ള സാധനങ്ങളാണ് ഈ വഞ്ചിക്കകത്ത് കൊണ്ടുപോകുന്നത് കേട്ടോ. നമ്മുടെ ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ അത് മുള വെച്ച് തുഴഞ്ഞ് ആണ് പോകുന്നത് കേട്ടോ. അത് പച്ചക്കറികളൊക്കെയാണ് കൊണ്ടുപോകുന്നത്. ഇനി നമ്മൾ ചെന്ന് കയറുന്ന ആ ഒരു സ്റ്റെപ്പൊക്കെ കയറിയിട്ടാണ് ഗോകുലാൻഡിലേക്ക് ചെല്ലേണ്ടത്. അപ്പോൾ ചിക്കുവിൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു വെക്കേഷൻ ആകുമ്പോൾ ഇവിടേക്ക് വരണമെന്നുള്ളത്. അപ്പോൾ വെക്കേഷൻ സമയത്താണ് ഈ പോയത് കേട്ടോ. വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റായെന്നേ ഉള്ളൂ. ഇതൊരു വെക്കേഷൻ്റെ ഒരു മെയ് ലാസ്റ്റൊക്കെ ആയപ്പോഴാണ് നമ്മൾ പോയത്. അത് കാരണം തന്നെ അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു സമയം കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ റൂംസ് ഒന്നും അപ്പോൾ അവൈലബിൾ. നമ്മളിപ്പോൾ ഗോകുലാൻഡിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബോട്ടിൽ വന്ന് ഇനി നേരെ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. അത് ചിക്കു ഓടി പോകുന്നുണ്ട്. ഫോട്ടോസിൽ കണ്ടിട്ടുള്ളൂ അങ്ങനത്തെ താറാവിനെ. അപ്പോൾ നമ്മളിപ്പോൾ എത്താറായി കേട്ടോ. ഇനി കുറച്ചുകൂടി നടന്നാൽ മതി, ഇപ്പോൾ എത്തും. ചിക്കു എക്സൈറ്റഡ് ആണ്. സ്കൂളിൽ നിന്ന് ടൂറ് പോയതിൻ്റെ ആ ഒരു ഇതിൽ എല്ലാം അറിയാം ഇവിടെ ഇങ്ങനെയാണെന്നൊക്കെ. ഞങ്ങളങ്ങനെ കുറച്ച് ദൂരം നടന്ന് ഗോകുലാൻഡിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കുവിൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ഗോകുലാൻഡിൽ വരണം എന്നുള്ളത്. അല്ലേ ചിക്കു? സ്കൂളിൽ നിന്ന് ഒരു പ്രാവശ്യം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം നമ്മൾ അച്ഛനും അമ്മയൊക്കെ ആയിട്ട് ഇവിടെ വരണം എന്നുള്ളത് ചിക്കുവിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അപ്പോൾ അതും കൂടി നടക്കാൻ പോവുകയാണ്. ആദ്യം അതിനകത്തേക്ക് കയറാൻ പോകുന്നത് വാട്ടർ അതിനകത്ത് കയറണോ? ഓക്കെ, അപ്പോൾ നമുക്ക് ഇതുവഴി തിരിച്ചു പോകണ്ടേ? ഇതുവഴി പോവാം. ചിക്കു ആദ്യം ചെറുതിലൊക്കെ സ്റ്റാർട്ട് ചെയ്യുകയാണ് കേട്ടോ. ചെറുതിൽ തുടങ്ങി വലുതിലേക്ക് പോവാം. ചിലതൊക്കെ പേടിയാണ് കേട്ടോ. ഇത് കുഞ്ഞു പിള്ളേരുടെയാണ്. ഇഷ്ടപ്പെട്ടാ അത്? രസമുണ്ടോ? ഇതിൽ മാത്രം അവസാനിപ്പിക്കുകയാണോ? വേറെ ഒന്നും ചെയ്യുന്നില്ലേ? ഉണ്ട്. കുട്ടു നല്ല ഹൈറ്റിൽ ആരാ പോണേന്ന് നോക്കാം. ഞാനാണ് ഇവിടെ ഇത് ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾ കേട്ടോ. പക്ഷേ പൊക്കോണ്ടിരിക്കുക ഞാനാണ് ഇവിടെ ഇത്. ചിക്കുനെ ഇങ്ങനെ കൊണ്ടുപോവുകയാണ്. എങ്ങനെ? ഞാൻ നടന്നും ചിക്കു അതിനകത്തിരുന്നു. ഇവിടെ ഇത്ര ആവൂ. മതിയോ? നിർത്തണ്ടേ? കാല് സൂക്ഷിച്ച്. തല ഇറങ്ങുന്ന ചെറുതായിട്ടാ? മതിയോ? നിർത്തട്ടെ? മതി. ഇതിൻ്റെ ഉള്ളിൽ കയറി ഇരുന്നിട്ട് പിള്ളേരുണ്ടെങ്കിൽ ഇങ്ങനെ തട്ടി കൊടുത്താൽ മതി കേട്ടോ. ഇതിങ്ങനെ ഉരുണ്ട് പോകും. കുട്ടികൾക്കുള്ളതാണ്. കയറുന്ന ചിക്കു? അയ്യോ, ഇത് എനിക്കുള്ളതാണല്ലോ. കയറാമല്ലോ. കയറുന്ന ഇങ്ങനെയാ? ആദ്യം ഇങ്ങനെയാ, പിന്നെ ഡാൻസ് എങ്ങനെയാ? ഡാൻസാണോ? ഡാൻസിന്റെ സ്റ്റെപ്പ് എവിടെ? ഓ, ഇതാടാ വീടോ. നോക്കി കൊള്ളാം. ചൂടല്ലേ? തളന്ന്. അയ്യോ, ആ ടവലൂടെ എടുത്തിട്ട് വന്നൂടായിരുന്നു. ടവലൂടെ എടുത്തോണ്ട് വരായിരുന്നല്ലേ? ടവൽ അതിനകത്ത് ഇരിക്കുമോ? ബാഗിൻ്റെ ഉള്ളിലുണ്ട്. എടുത്തോണ്ട് വരാം. വിയർക്കുന്നു. ഈ കാണുന്നത് ചെറിയ റൂംസ് ആണ് കേട്ടോ. ഇവിടെ സ്റ്റേക്ക് വേണ്ടിയിട്ടുള്ള റൂംസ് ആണ്. അത് കൊള്ളാം കേട്ടോ. ഈ 3 ഒരു ഗ്രീൻ കളറിലൊരു പൈപ്പിൻ്റെ ഒക്കെ ഷേപ്പിനാക്കി വെച്ചിരിക്കുന്നത്. അതുപോലെ ഇത് ഒരു ട്രയാങ്കിൾ ഷേപ്പിനൊക്കെ. അത് കൊള്ളാം, കാണാൻ നല്ല രസമുണ്ട്. അതുപോലെ AC റൂംസ് ആണ് കേട്ടോ ഇതെല്ലാം തന്നെ. കയറിക്കോ. ഇതുകൊണ്ട് അതിൽ പിടിച്ചോ. അതിൽ പിടിച്ചിട്ട് കയറിക്കോ. അതിൻ്റെ സൈഡിലുണ്ടടാ പിടിക്കാൻ, കണ്ടോ? ആ, കയറിക്കോ. ഞാൻ വരണോ? കയറിക്കോ. അയ്യോ, ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെ കയറും? നല്ല ഹൈറ്റില്ല. ഇതെങ്ങനെ കയറുന്നേ? ഇതിനകത്ത് എങ്ങനെ കയറും? ചിക്കുതെ സേഫ്റ്റി ബെൽറ്റൊക്കെ കെട്ടി കയറാൻ പോവാണ് കേട്ടോ. സൈക്ലിങ്ങിന് വേണ്ടിയിട്ട് സൈക്ലിങ്ങിന് സെറ്റായി വയ്ക്കുക. ചെറിയൊരു പേടിയുണ്ട്, എന്നാലും റെഡിയായ ആളതേ വന്നിട്ടുണ്ട്. ഈ സ്റ്റെപ്പൊക്കെ കയറി പോവാണ് കേട്ടോ. ചിക്കുവിനൊരു ചെറിയ പേടിയുള്ള ആളാണ് കേട്ടോ. ഇതിനൊക്കെ എങ്ങനെയാവോ എന്തോ. എന്തായാലും കയറി. ഈ പേടിയൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് എങ്ങനെയൊക്കെ ചെയ്യുന്നത്. കയറി നിൽക്കുവാണ്. ഓക്കെ അല്ലേ ചിക്കു? ആ ചിരി തന്നെ ഉണ്ട് ആ പേടി. ഇങ്ങനെ പേടിച്ച് നിൽക്കുക. മതി. നോക്കിയോ, സൈക്കിളിൽ കയറുന്നുണ്ട് കണ്ടോ.
സൈക്കിളിലൊക്കെ കയറി. വീട്ടിൽ സൈക്കിൾ എന്ന് പറഞ്ഞാൽ നന്നായി ഓടിക്കുന്ന ആളാണ് കേട്ടോ. പക്ഷെ ഇതൊരു ഇച്ചിരി പേടിയുണ്ടത്. എങ്ങനെയുണ്ട്? പയ്യെ ചവിട്ടിക്കോ ചവിട്ടിക്കോ. ചിക്കുന്റെ കണ്ണൊക്കെ പോകുന്ന ചവിട്ടി വാ. അങ്ങനെ തന്നെ. ആയി പോട്ടെ പോട്ടെ പോട്ടെ. ആ പേടിയൊക്കെ മാറി കേട്ടോ. ചവിട്ടി പോവാതെ കൊള്ളാം. അവിടെ ഇറങ്ങുന്നേ കൂടെ നോക്കട്ടെ. ആ ഇടയ്ക്ക് ഇച്ചിരി ഒന്ന് സ്പീഡ് കൂടുമ്പോൾ പേടിയാവും, അത്രേ ഉള്ളൂ. കഴിഞ്ഞു. ചോദിക്കുക എങ്ങനെ ഉണ്ടായിരുന്നു. ഭയങ്കര പേടിയായിട്ട് കയറിയ ആളാണ്. തിരിച്ചതേ നല്ല സ്മാർട്ടായിട്ട് ഇറങ്ങി വരുന്നുണ്ട്. നമുക്ക് ചോദിക്കാം എങ്ങനെ ഉണ്ടായിരുന്നു. ഇടയ്ക്ക് എന്തായാലും ഒരു പേടി തോന്നും, കാരണം അവിടെ ഇടയ്ക്ക് വെച്ചിട്ടൊന്ന് സ്പീഡ് കൂടും. എങ്ങനെ ഉണ്ടായിരുന്നു ഇപ്പോ? പേടി ഉണ്ടായിരുന്നാ? പേടി ഉണ്ടായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു? ഇപ്പൊ പേടി മാറിയോ? മാറി. ഇത് തിരിച്ചവിടെ കൊണ്ടുവന്ന് കൊടുക്കണം. ഞാൻ കൊടുക്കാം. നിക്ക് നിക്ക് നിക്ക്. ഞാൻ കൊണ്ട് കൊടുക്കാം. ഞാൻ കൊണ്ട് കൊടുക്കാം. നമ്മൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് പൂളിലേക്ക് പോകാൻ പോവാണ് കേട്ടോ. ചേഞ്ച് ചെയ്തിട്ട് വരാം. ചിക്കുവിൻ്റെ ഡ്രസ്സ് ഇവിടെ എന്താ നമുക്ക് ഫിഷ് സ്പാ ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടെ ഉണ്ട് കേട്ടോ. ഭയങ്കര രസമാണ് ഇതിലിങ്ങനെ വന്നിരിക്കുമ്പോൾ. വെള്ളം നല്ല തണുപ്പുണ്ട്. അതുപോലെ ഫിഷ് ഇങ്ങനെ വന്നിങ്ങനെ നമ്മുടെ കാലൊക്കെ ക്ലീൻ ആക്കിയിട്ട് പോയി. ഇതാ വരും. അതിപ്പോൾ താഴേക്ക് ഇറക്കി വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പം പയ്യെ വരും. വരുന്നുണ്ട് 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 വരുന്നു 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 വരുന്നു. ആ വരുന്നുണ്ട് വരുന്നു. പെട്ടെന്ന് പെട്ടെന്ന്. ഇവിടെ നമുക്ക് പ്രൈവറ്റ് പൂളുള്ള റൂംസൊക്കെ അവൈലബിൾ ആണ്. പക്ഷേ നമ്മൾ ആ പോയ സമയം ഭയങ്കര തിരക്കുള്ളൊരു സമയമായിരുന്നു. നേരത്തെ തന്നെ എല്ലാം തന്നെ ഫില്ലായിട്ടുണ്ടായിരുന്നു റൂംസ് എല്ലാം തന്നെ. പ്രത്യേകിച്ച് വെക്കേഷൻ ടൈമും കൂടി ആകുമ്പോൾ നമ്മൾ നേരത്തെയൊക്കെ ബുക്ക് ചെയ്തിട്ട് വേണം പോകാനായിട്ട്. അത് കാരണം ഭയങ്കര തിരക്കായത് കാരണം നമുക്ക് റൂമൊന്നും കിട്ടിയില്ല. അത്യാവശ്യം 2 ദിവസമൊക്കെ സ്റ്റേ ചെയ്താണ് നമ്മളവിടെ എൻജോയ് ചെയ്യാനായിട്ട് പോകുന്നതെങ്കിൽ 2 ദിവസം സ്റ്റേ ചെയ്യുന്നതൊക്കെ ആയിരിക്കും നല്ലത്. കാരണം ഒത്തിരി കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന റൈഡുകളും മറ്റുമൊക്കെ ഉണ്ട്. അത് കാരണം തന്നെ ഒരു ദിവസമെങ്കിലും മിനിമം ഒരു ദിവസമെങ്കിലും അവിടെ സ്റ്റേ ചെയ്യാൻ തയ്യാറായി വേണം പോകേണ്ടത്. അതുപോലെ തന്നെ നേരത്തെ വെക്കേഷൻ ടൈം ആണെങ്കിൽ നേരത്തെ ബുക്ക് ചെയ്യുകയും കൂടി വേണം. അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. കാരണം പെട്ടെന്ന് ചെന്നിട്ട് നമുക്ക് റൂം വേണമെന്ന് വിചാരിച്ചിട്ട് പോയാൽ ചിലപ്പോൾ കിട്ടത്തില്ല. ഞങ്ങൾ പോയത് അങ്ങനെയായിരുന്നു കേട്ടോ. അവിടെ ചെന്ന റൂം ഉണ്ടെങ്കിൽ നമുക്ക് സ്റ്റേ ചെയ്യാം, ഇല്ലെങ്കിൽ വൈകുന്നേരം തിരിച്ചു വരാം എന്നുള്ള ഒരു പ്ലാനിലാണ് പോയത്. പക്ഷേ റൂം എടുക്കാനൊന്നും പറ്റിയില്ല, തിരക്കായിരുന്നു. അങ്ങനെ ഇപ്പോൾ ചിക്കുതേ ഈ വെള്ളമൊക്കെ കണ്ടു കഴിഞ്ഞാൽ എല്ലാ കുട്ടികളും തന്നെ അങ്ങനെ ആയിരിക്കും. വെള്ളം കാണുമ്പോൾ ഇങ്ങനെ തിരിച്ച് വരാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് അവർ കാണിക്കുമല്ലേ. ഇപ്പോൾ മെയിനായിട്ട് 2 പൂളുകളാണുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം പോയ സ്ഥലത്ത് നല്ല തിരക്കായതുകൊണ്ട് തന്നെ ഇപ്പുറത്ത് വേറൊരു പൂളുണ്ടായിരുന്നു. അപ്പോൾ അവിടേക്ക് വന്നിട്ട് അവിടെ അത്യാവശ്യം കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇത് ഇച്ചിരി കൂടി ഒന്ന് ആഴമുള്ളതാണ് കേട്ടോ. അത് കാരണം തന്നെ ചിക്കുന് ഇച്ചിരി ഒന്ന് ബുദ്ധിമുട്ടായിരുന്നു. ഹൈറ്റ് ഇച്ചിരി ആൾ താഴേക്ക് പോകുന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം നീന്താൻ അറിയില്ലെങ്കിൽ നമ്മൾ നീന്തുന്ന പോലെയൊക്കെ കാണിച്ചു. അത് കഴിഞ്ഞ് നേരെ വന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വന്നിട്ട് ഭക്ഷണം കഴിച്ചു. അപ്പം നമ്മൾ എടുക്കുന്ന ഒരു പാക്കേജിനകത്ത് ഫുഡൊക്കെ ഉണ്ടായിരുന്നു. ഫുഡും ഒക്കെ കഴിച്ച് പിന്നെ ചിക്കു അങ്ങ് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചപ്പോഴേക്കും ഞാനൊരു സൈഡിലേക്ക് ഇരുന്നു. പിന്നെ ചിക്കു അവൾക്ക് കുട്ടിയല്ലേ, അത് കാരണം തന്നെ വലിയ ക്ഷീണമൊന്നും അവൻ കാണില്ല. കാരണം അവർ എൻജോയ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. പിന്നെ നമുക്ക് വലുതായിട്ട് ഇഷ്ടപ്പെടുന്ന വലിയവർക്ക് ഇഷ്ടപ്പെടുന്ന പോലെ അല്ലല്ലോ കുട്ടികളത് എൻജോയ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ചിക്കു നന്നായിട്ട് എൻജോയ് ചെയ്താണ് ഈ ഒരു ട്രിപ്പ്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഒരു വൈകുന്നേരം ആയപ്പോൾ ചായയൊക്കെ ഉണ്ട് കേട്ടോ. ചായയൊക്കെ കുടിച്ച് വൈകുന്നേരം ഒരു 5-5:30 ആവുന്ന സമയത്തോടു കൂടി ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു വരുമായിരുന്നു. അവർ തിരിച്ച് ബോട്ടിൽ തന്നെയാണ് നമുക്ക് കാറ് പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്തേക്ക് വരാനുള്ളതും. അവിടെ ആക്കിയതിന് ശേഷം അവർ തിരിച്ചു പോകുന്നു. അങ്ങനെയാണ് വൈകുന്നേരം 5:30 ആയപ്പോൾ ഞങ്ങൾ തിരിച്ചു വന്നു. പിന്നെ നേരെ വീട്ടിലേക്ക് പോന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിലൂടെ കാണുന്നതുവരെ